നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ പലതരം മനുഷ്യരെ കണ്ടുമുട്ടാറുണ്ട്. ഇതിൽ ചിലർ മുന്നിൽ മധുരമായി സംസാരിക്കുകയും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരായി അഭിനയിക്കുകയും ചെയ്യുന്നു. എന്നാൽ യാഥാർത്ഥ്യത്തിൽ അവരുടെ മനസ്സിൽ നമ്മളോട് കടുത്ത അസൂയയും വഞ്ചനയുമായിരിക്കും. ഇത്തരത്തിൽ മുന്നിൽ നിന്ന് ചിരിച്ചുകൊണ്ട് പെരുമാറുമ്പോൾ തന്നെ പിറകിൽ നിന്ന് നിങ്ങളെ കുറ്റം പറയുന്നതിൽ അവർ ഒട്ടും മടി കാണിക്കില്ല. നിങ്ങൾ ജീവിതത്തിൽ വലുതായി എന്തെങ്കിലും നേടാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ടവരാണെന്ന് അഭിനയിക്കുന്നവർ തന്നെയായിരിക്കും നിങ്ങളെ തടയുവാനും താഴ്ത്തിക്കെട്ടുവാനും ശ്രമിക്കുന്നത്. ഈ ലോകം അങ്ങനെയാണ്. എല്ലാ മനുഷ്യരും ആദ്യം ചിന്തിക്കുന്നത് സ്വന്തം ലാഭത്തെക്കുറിച്ച് മാത്രമാണ്. ഇത് കേൾക്കുമ്പോൾ അല്പം വിഷമം തോന്നാം, പക്ഷേ ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം. ഇത് പ്രപഞ്ചശക്തി നിങ്ങൾക്കായി കരുതി വെച്ച വാക്കുകൾ തന്നെയാണ്. ഇത് നിങ്ങളുടെ മുന്നിൽ എത്തുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത് കേൾക്കാതെ പോകരുത്. ഇത്തരം കാര്യങ്ങളെ തള്ളിക്കറിഞ്ഞവരെല്ലാം പിന്നീട് ഒരു ഘട്ടത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. സ്വന്തം ശത്രുക്കളെ തിരിച്ചറിയാൻ കഴിയാതെ പോയവർ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളെക്കുറിച്ചൊന്ന് ഓർത്തു നോക്കൂ. ആത്മാർത്ഥമായി വിശ്വസിച്ചവരും സ്നേഹിക്കേണ്ടവരും സംരക്ഷിക്കേണ്ടവരിൽ നിന്നുമാണ് ചതി ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതിനാൽ ഇത്തരം കാര്യങ്ങളെ നിങ്ങൾ പൂർണ്ണമായി കേൾക്കുക. നിങ്ങളുടെ ശത്രുവിനെ തിരിച്ചറിയുക. നിങ്ങൾ അറിയാതെ, നിങ്ങൾ കാണാതെ, നിങ്ങളില്ലാത്ത നേരങ്ങളിൽ നിങ്ങളെക്കുറിച്ച് അപവാദങ്ങൾ സൃഷ്ടിക്കുന്നതും നിങ്ങളുടെ ജീവിതം തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരും നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിൽ തന്നെയുണ്ട്, നിങ്ങളുടെ ഭവനങ്ങളിൽ തന്നെയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പുറമേയുള്ള ശത്രുവേക്കാൾ ഭയക്കേണ്ടത് അകമേയുള്ള ശത്രുവിനെ തന്നെയാണ്. നിങ്ങളൊരാളെ എത്ര സ്നേഹിച്ചാലും അവർക്കായി എത്ര ത്യാഗം സഹിച്ചാലും സ്വന്തം കാര്യം വരുമ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തിയേക്കാം. ഓർക്കുക, ഈ ഒരു കാലഘട്ടത്തിൽ പല ബന്ധങ്ങൾക്കും നീർക്കുമിളിയുടെ ആയുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ നൽകുന്ന സ്നേഹമോ സഹായമോ നിലനിൽക്കുന്നിടത്തോളം മാത്രമേ പല ബന്ധങ്ങളും നിലനിൽക്കുകയുള്ളൂ. അതിനാൽ മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് കൂടെയുള്ളത് എന്നൊരിക്കലും തെറ്റിദ്ധരിക്കരുത്. ആവശ്യഘട്ടത്തിൽ അവർ മാറിയേക്കാം എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയണം. അകമയുള്ള ശത്രുവിനെ മാറ്റി നിർത്തിയാൽ പിന്നെ നമ്മുടെ വിജയത്തിൽ ഏറ്റവും അസൂയപ്പെടുന്നത് പലപ്പോഴും അയൽക്കാരായിരിക്കും. അതിന് കാരണം അവർ നിങ്ങളെ ദിവസവും വീക്ഷിക്കുന്നു എന്നതാണ്. നിങ്ങളുടെ ചെറിയ സന്തോഷം പോലും അവരെ അസ്വസ്ഥരാക്കും. പുറമേ അഭിനന്ദനങ്ങൾ കോരിച്ചൊരിയുമെങ്കിലും ഉള്ളിൽ അവർ അസൂയയുടെ തീ അണയാതെ സൂക്ഷിക്കുന്നവരായിരിക്കാം. ഉദാഹരണത്തിന്, നിങ്ങളൊരു പുതിയ വാഹനം വാങ്ങിയാൽ കൊള്ളാം, പക്ഷേ ഇത് EMI ആണല്ലോ എന്ന് പറഞ്ഞ് ആ സന്തോഷത്തെ ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കും. ഇതിനെയാണ് നാം ഒളിച്ചുവെച്ച അസൂയ എന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടിലെ ഓരോ ചെറിയ കാര്യവും അയൽക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. അവർ നിങ്ങളെ തങ്ങളുമായി താരതമ്യം ചെയ്യും. നിങ്ങൾ എപ്പോഴാണ് ഒന്ന് വീഴുക എന്ന് കാത്തിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അയൽക്കാരോട് ചിരിച്ചുകൊണ്ട് പെരുമാറുക. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ രഹസ്യങ്ങൾ അവരോടൊരിക്കലും പങ്കുവെക്കരുത്. നിങ്ങളെ അടുത്തുനിന്ന് വീക്ഷിക്കുന്ന വ്യക്തി ഒന്നുകിൽ നിങ്ങളുടെ രക്ഷകനാകും, അല്ലെങ്കിൽ ഏറ്റവും വലിയ ശത്രുവും. രക്തബന്ധങ്ങൾ ഒരിക്കലും ചതിക്കില്ല എന്ന ധാരണ മാറ്റിവെക്കുക. അത്തരം ബന്ധങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ അത്തരം ആളുകളിൽ നിന്ന്, അടുത്തു നിൽക്കുന്ന നമ്മുടെ സ്വന്തം രക്തത്തിൽ നിന്നുള്ള ആളുകളിൽ നിന്നുള്ള അവഗണനയോ ഇത്തരത്തിലുള്ള തിരിച്ചടികളോ നമുക്ക് താങ്ങാവുന്നതിൻ്റെ അപ്പുറമാണ്. അത്തരത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സ്വന്തം രക്തത്തിലുള്ളവർ ആയതുകൊണ്ട് തന്നെ തിരിച്ചൊന്ന് പ്രതിരോധിക്കാൻ പോലും സാധിക്കാതെ ആ ശത്രുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയ, ഒരുപക്ഷെ വളരെ വൈകിയായിരിക്കും ഇത്തരം സ്വന്തം കുടുംബത്തിലുള്ള, സ്വന്തം രക്തത്തിലുള്ള ആളുകളിൽ നിന്നുള്ള തിരിച്ചടികൾ ആ ശത്രുവിനെ പോലും നാം തിരിച്ചറിയുന്നത്. എന്നിരുന്നാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചുവെങ്കിലും നമ്മുടെ കൂടെയുള്ളവർക്ക് അവരുടെ തനിനിറം മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരുന്നില്ല. അത്തരത്തിൽ ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതിൽ നിന്നെല്ലാം മോചനം നേടിയ ആളുകളുണ്ട്. അവരുടെ കഠിന പ്രയത്നം കൊണ്ട് അവരെ ഒരകലത്ത് മാറ്റി നിർത്തിക്കൊണ്ട് അവരിൽ നിന്ന് രക്ഷ നേടിയ ആളുകൾ. അവരുടെ ഉള്ളിൽ എന്നും ഒരു ചിന്ത മാത്രമേ ഉണ്ടാവുകയുള്ളൂ, നമ്മുടെ തകർച്ച. നമ്മുടെ തകർച്ച ആഗ്രഹിക്കുന്നവരുടെ കൂടെ നാം നിന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ജീവിതം തകിടം മറിയും. ജീവിതത്തിൽ എല്ലാം തകർന്ന് തരിപ്പണമാവും. ഈ അധ്യായം കേൾക്കുന്നവരിൽ ഇത്തരം അനുഭവമുള്ളവർക്ക് ഇതിൻ്റെ ഒരു വേദനാജനകമായ കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മെ സംരക്ഷിക്കേണ്ട, നമ്മുടെ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ കൊടുക്കേണ്ടവർ തന്നെ നമ്മെ തിരിച്ചടിക്കുമ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന തിരിച്ചടിയിൽ നമുക്കുണ്ടാകുന്ന വേദന, അത് എത്ര കാലമായാലും ആ മുറിവ്, നമ്മുടെ ഹൃദയത്തിനേറ്റ ആ മുറിവ് മാഞ്ഞു പോവുകയില്ല. അതുകൊണ്ട് തന്നെയാണ് നാം പറയുന്നത്, രക്തബന്ധങ്ങളിൽ ഒരിക്കലും ചതിക്കില്ല എന്ന തെറ്റിദ്ധാരണ മാറ്റിവെക്കുക. സ്വാർത്ഥത വരുമ്പോൾ രക്തബന്ധങ്ങൾ പോലും മങ്ങിയേക്കാം. മുന്നിൽ നിന്ന് പുകഴ്ത്തുകയും തിരിഞ്ഞു നടന്നാൽ കുറ്റം പറയുകയും ചെയ്യുന്ന ബന്ധുക്കൾ ഇക്കാലത്ത് സർവ്വസാധാരണമാണ്. ആപത്തുകാലത്ത് കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ ബന്ധുക്കൾ. അല്ലാത്തവർ കേവലം പേരിന് മാത്രമുള്ളവരാണെന്നുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും നിങ്ങൾക്കുണ്ടാവണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ജീവിതം ഇരുളിലേക്ക് പോവുകയാണ്. നിങ്ങൾ നടന്നു നീങ്ങുന്നത് വലിയ അപകടത്തിലേക്കാണ്. നിങ്ങളുടെ നാശം
നാശം ആഗ്രഹിക്കുന്നവരുടെ തോളിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ നാശത്തിലേക്ക് തന്നെയാണ്. കൂടെയുള്ള ശത്രു അത്ര നിസ്സാരനല്ല എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ബന്ധങ്ങളുടെ പേരിൽ തന്നെയാണ് ചതികൾ നടക്കുന്നത്. അടുത്ത ആളുകളിൽ നിന്നാണ് ആ ഒരു ചതിവ് ഉണ്ടാവുന്നതും. അതുകൊണ്ട് തന്നെ സ്വന്തം കഴിവുകൊണ്ട് ജീവിക്കുന്നവനാണ് ഏറ്റവും വലിയ ശക്തനെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. മറ്റുള്ളവരുടെ സഹായം പ്രതീക്ഷിക്കുന്നത് പലപ്പോഴും അപമാനത്തിൽ നിന്ന് അവസാനത്തിലേക്കും മറ്റു പല പ്രതിസന്ധികളിലും അത് ചെന്ന് കലാശിക്കും. ആരും കൂടെ ഉണ്ടാകില്ല എന്ന തിരിച്ചറിവോടെ മുന്നോട്ട് പോവുക. സ്വന്തം കാലിൽ നിൽക്കുന്നവനെ ലോകം ബഹുമാനിക്കും. ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. മറ്റുള്ളവരെ ആശ്രയിക്കുന്നവനെ ഒരു ഭാരമായി അവർ കാണും. കൂടാതെ നിങ്ങളുടെ മനസ്സിലെ കാര്യങ്ങൾ മറ്റൊരാളോട് പറഞ്ഞാൽ അത് പലപ്പോഴും നിങ്ങളുടെ ബലഹീനതയായി മാറും. വാക്കുകൾ ഒരിക്കലും പുറത്തു പോയാൽ തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. ബുദ്ധിമാനായവർ തൻ്റെ രഹസ്യങ്ങൾ തന്നിൽ തന്നെ സൂക്ഷിക്കും. എത്ര കുറച്ച് സംസാരിക്കുന്നുവോ അത്ര സംരക്ഷിതനായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചം തന്നെയാണ് നിങ്ങളുടെ ഗുരു. നിങ്ങളുടെ മോശം സമയത്ത് കൂടെ നിൽക്കുന്നവനാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വന്തം, നിങ്ങളുടെ മിത്രം. പദവിയും പണവും ഉള്ളപ്പോൾ പലരും കൂടെയുണ്ടാകും. എന്നാൽ മോശം സമയമാകുമ്പോൾ മുഖമൂടികൾ അഴിഞ്ഞു വീഴും. നിങ്ങളുടെ രോഗത്തിലും വിഷമത്തിലും ആണോ ഫോൺ ചെയ്യുന്നത്, അവരെ മാത്രം വിശ്വസിക്കുക. നിങ്ങൾ ജീവിതത്തിൽ അത്തരം ആളുകളുടെ കൂടെ ചേർന്ന് നടക്കുക. അല്ലാത്തപക്ഷം നിങ്ങളുടെ നല്ല കാലത്ത് കൂടെ വരുന്ന ഒരാളെയും നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. അത്തരം ആളുകൾ തന്നെയാണ് ഒരു ഘട്ടം കഴിയുമ്പോൾ നിങ്ങളെ ചതിക്കുന്നത്. നിങ്ങളുടെ പണത്തിലും നിങ്ങളുടെ സൗന്ദര്യത്തിലും നിങ്ങളുടെ ജീവിതത്തിലും അസൂയ പൂണ്ട് അത് തകർക്കണമെന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ പണവും സൗന്ദര്യവും കണ്ട് വ്യാമോഹിച്ച് നിങ്ങളുടെ പിറകെ വരുന്നവരും ഒരു ഘട്ടം കഴിയുമ്പോൾ നിങ്ങളെ ഉപേക്ഷിക്കും. അത്തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയ ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. അവരുടെ ജീവിതം ഒന്നെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാം, അവർ വഞ്ചിക്കപ്പെട്ടു പോയവരാണ്. പല ആളുകളുടെയും ഭ്രമത്തിൽ മുങ്ങി താഴ്ന്നു പോയവരാണ്. ഈ പ്രപഞ്ചം നൽകുന്ന ഇത്തരം പാഠങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലെ ഓരോ യുദ്ധവും വിജയിക്കാനുള്ള വഴികളാണ്. നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ ഭയപ്പെടരുത്. ബുദ്ധിയും ജാഗ്രതയും കൈമുതലാക്കി മുന്നേറുക. സ്വയം വിശ്വസിക്കുക. നിങ്ങളുടെ ശക്തി തിരിച്ചറിയുക. മറ്റുള്ളവരുടെ ആവശ്യത്തിനായി നിങ്ങളുടെ സമയം അനാവശ്യമായി ചെലവഴിക്കരുത്. നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നിങ്ങളുടെ സമയം ചെലവഴിക്കുക. കൂടാതെ നിങ്ങളുടെ രഹസ്യങ്ങൾ, നാം നേരത്തെ പറഞ്ഞതുപോലെ, നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ആരോടും പറയേണ്ടതില്ല. നിശബ്ദത പാലിക്കുക. സൂക്ഷ്മതയോടെ ബന്ധങ്ങൾ നോക്കി കാണുക. കഷ്ടകാലത്ത് കൂടെ നിൽക്കുന്നവരെ മാത്രം സ്വന്തമായി കാണുക. സ്വയം പര്യാപ്തത സ്വീകരിക്കുക. സ്വന്തം രക്ഷ സ്വയം ചെയ്യാൻ പഠിക്കുക. നിങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്ന സ്വന്തം ഭവനത്തിലുള്ള ആളുകളോ അല്ലായെങ്കിൽ നിങ്ങളുടെ അയൽപക്കത്തുള്ളവരോ നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണറോ നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങൾക്കെതിരെ നെഗറ്റീവായ കാര്യങ്ങൾ ചെയ്തേക്കാം. നെഗറ്റീവ് ക്രിയകൾ ചെയ്തേക്കാം. ഒരുപക്ഷെ ആ നെഗറ്റീവ് ക്രിയകളെ നിങ്ങളെ വല്ലാതെ തളർത്തും. നിങ്ങളുടെ ജീവിതത്തിൽ മടി, അലസത, പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടും. അത് നിങ്ങൾ സ്വയം തിരിച്ചറിയുക. ഒരു ഘട്ടം വരെ നിങ്ങൾ വളരെ ഊർജ്ജസ്വലനായി നടന്ന ഒരാളാണെങ്കിൽ പിന്നീട് നിങ്ങൾ മാനസികമായി തളർന്നുപോയെങ്കിൽ, നിങ്ങൾക്ക് ശാരീരികമായി ബുദ്ധിമുട്ടുകൾ വന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ കലഹങ്ങൾ നിത്യേന സംഭവിക്കാൻ തുടങ്ങിയെങ്കിൽ ഉറപ്പിക്കുക, നിങ്ങളുടെ അയൽപക്കത്തു നിന്നോ നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളിൽ നിന്നോ നിങ്ങളുടെ ഏതോ ഒരു ബന്ധങ്ങളിൽ നിന്നോ നിങ്ങൾക്ക് നെഗറ്റീവായ ഏതോ ഒരു ക്രിയ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഒരു നെഗറ്റീവ് ഊർജ്ജം നിങ്ങളെ വല്ലാതെ തളർത്തുന്നുണ്ട് എന്ന് ആ തിരിച്ചറിവിലൂടെ നിങ്ങൾ നോക്കിക്കാണുക. അത് എവിടെ നിന്ന് വന്നു എന്ന് നിങ്ങൾ പരിശോധിക്കുക. അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. പഴയതുപോലെ ഊർജ്ജസ്വലനായി മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക. നിങ്ങൾക്കെതിരെ നെഗറ്റീവ് ക്രിയകളെ ചെയ്ത ആളുകളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുവിനെയോ ഒരു കാരണവശാലും അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ പാടില്ല. അവരെ നിങ്ങൾ നിരീക്ഷിക്കുക മാത്രം ചെയ്യുക. അവർക്കുള്ള തിരിച്ചടി ഈ പ്രപഞ്ചം നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അത് എത്ര വലിയ ശക്തനാണെങ്കിലും നിങ്ങളുടെ ശത്രു എത്ര വലിയ ധനികനാണെങ്കിലും ഈ പ്രപഞ്ചത്തിന് മുന്നിൽ അവർക്കൊരു പുൽക്കൊടിയുടെ വില മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവർ ചെയ്ത കർമ്മത്തിനെല്ലാം അവർ അനുഭവിക്കും. അല്ലാതെ നിങ്ങൾ അവർക്കെതിരെ തിരിയാനോ മറ്റുള്ളവരുടെ കണ്ണുനീരിന് നിങ്ങൾ കാരണമാവുവാനോ പാടില്ല. അത്തരത്തിൽ നിങ്ങൾ അവർക്കെതിരെ തിരിഞ്ഞാൽ പ്രപഞ്ചം നിങ്ങൾക്കെതിരെ തിരിയും. നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. അവരിൽ നിന്ന് അകലം പാലിക്കുക. അവരിൽ നിന്ന് മാറി ജീവിക്കാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും വലിയ പ്രതിവിധി. അല്ലാതെ അവർക്കെതിരെ യുദ്ധം ചെയ്യുവാനോ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവാനോ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വിജയത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാനാണ്. നിങ്ങൾക്ക് സർഗാത്മകമായ കഴിവുകൾ ഉള്ളവരാണെങ്കിൽ ആ കഴിവുകൊണ്ട് ഈ സമൂഹത്തിൽ നിന്ന് അംഗീകാരങ്ങൾ നേടിയെടുക്കണം. നിങ്ങൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ നിങ്ങൾക്ക് ശോഭിച്ച് നിൽക്കുവാൻ സാധിക്കണം. നിങ്ങളുടെ ചുറ്റുമുള്ളത് നിങ്ങളോട് അസൂയുള്ള ആളുകളാണ് കൂടുതൽ ആളും എന്നും തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. അത്തരം ആളുകളുടെ മുന്നിൽ വിജയിച്ച് കാണിക്കുവാനുള്ള ശ്രദ്ധ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. നിങ്ങളുടെ ജീവിതം വിജയിപ്പിച്ചെടുക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അത്
അതിന് നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകും. നിങ്ങൾ നിത്യേന പ്രാർത്ഥനകൾ ശീലമാക്കുക. നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയെ മനസ്സിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ട്. നിങ്ങൾ മനസ്സിന് നന്മയുള്ളവരാണ്. നിങ്ങൾ തോൽക്കുകയില്ല. നിങ്ങൾ തോൽക്കാൻ പ്രപഞ്ചം അനുവദിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലം നിങ്ങൾ പടപുരുതി ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. നിങ്ങളുടെ ശത്രുവിനെ, നിങ്ങളുടെ നാശം ആഗ്രഹിച്ചവർക്കുള്ള തിരിച്ചടി ഉടൻ തന്നെ ലഭിക്കും. അത് നമുക്കിവിടെ കൃത്യമായി കാണാൻ സാധിച്ചതാണ്. പ്രപഞ്ചം അവരെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും. നാം കാണാറില്ലേ, നമുക്ക് ചുറ്റുമുള്ള ചില ആളുകൾ കഷ്ടതകൾ അനുഭവിച്ച് ജീവിക്കുന്നത് ഒരു ഘട്ടം വരെ വലിയ രീതിയിൽ മുന്നോട്ട് പോയി പിന്നീട് പല പ്രതിസന്ധികളും അസുഖത്താലും മറ്റ് പല പ്രതിസന്ധികളിലും അവരുടെ ജീവിതം താറുമാറാകുമ്പോൾ നാം പറയാറില്ലേ, അതെല്ലാം അവരുടെ കർമ്മഫലമാണ്, അവർ ചെയ്തതിൻ്റെയാണെന്ന്. അത്തരത്തിൽ നിങ്ങൾക്കെതിരെ ചെയ്തവരും അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങളുടെ കണ്ണുനീരിന് അവർ എണ്ണി വില പറയേണ്ടി വരും. നിങ്ങളുടെ കണ്ണുനീരിന് അവർ മറുപടി പറയേണ്ടി വരും. നിങ്ങളുടെ ഹൃദയം കുത്തി നോവിച്ചവർ അനുഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. നിങ്ങളുടെ പ്രയാസം ഈ പ്രപഞ്ചത്തോട് പറയുക, ഈ പ്രപഞ്ചശക്തിയോട് പറയുക. ഇത്തരം ശത്രുശല്യം അനുഭവിക്കുന്നവർക്ക് നമ്മുടെ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവാവുന്നതാണ്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നടക്കുന്ന ഈ പൂജാ വഴിപാടുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന കണ്ണേറ്, ശത്രുദോഷം, പ്രാക്ക്, മറ്റ് നെഗറ്റീവ് ഊർജ്ജത്തെയെല്ലാം ഇല്ലാതാക്കി നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും കൊണ്ടുവരാൻ ശക്തിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ താഴെ കമൻറ്റായി നിങ്ങളുടെ പേരും നാളും അറിയിക്കുക. ഒപ്പം തന്നെ ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ധാരാളമുണ്ടാവും നമുക്ക് ചുറ്റും. അവരിലേക്ക് ഈ ഒരു അധ്യായം ഷെയർ ചെയ്യുക. അവരുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന ഇത്തരം നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കി സമാധാനവും സന്തോഷവും കൊണ്ടുവരുന്നതിന് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു അധ്യായം ഷെയർ ചെയ്തുകൊണ്ട് കാണുക. ഒപ്പം എന്നത്തെയും പോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് ഈ ഒരു വീഡിയോന് ചെയ്യുക. നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക. നന്ദി, നമസ്കാരം.